വീണ്ടും പ്രതികരിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം വരികയാണ്. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. അന്താരാഷ്ട്രം അവിടെ നിൽക്കട്ടെ. നമ്മുടെ നാട്ടിലെ, നമ്മുടെ ദൈവത്തിന് സ്വന്തം നരകത്തിലെ വനിതകളുടെ, കുട്ടികളുടെ, കുരുന്നുകളുടെ, വൃദ്ധരായ സ്ത്രീകളുടെ സുരക്ഷ എന്താണ്? ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നമുക്കതൊന്ന് നോക്കാം. വയനാട് ജില്ലയിലെ മുട്ടിലിൽ ഓർഫനേജിൽ താമസിക്കുന്ന 7 പെൺകുട്ടികളെ പീഡനത്തിന് ഇരാക്കി നഗ്ന ചിത്രങ്ങളെടുത്ത് ഭീഷണിപ്പെടുത്തിയതാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് വാർത്ത. 9ലും 8ലും മറ്റും പഠിക്കുന്ന ആ പാവം പെൺകുട്ടികളെ കെട്ടിയിട്ട ശേഷമാണത്രേ ബലാത്സംഗം ചെയ്തത്. ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കാം, ചോക്ലേറ്റ് കാണിച്ച് വിളിച്ചു കൊണ്ടുപോയി ഒരുത്തൻ പീഡിപ്പിച്ചു. കെട്ടിയിട്ട് നഗ്ന ചിത്രങ്ങളെടുത്ത് പുറത്തു പറഞ്ഞാൽ അത് കാണിച്ച് കൊന്നുകളയുമെന്ന് വരെ പറഞ്ഞ് ഇവനൊക്കെ ആ കുരുന്നുകളെ 10ഉം 12ഉം ഒക്കെ വയസ്സുള്ള കുട്ടികളെ ഇവനൊക്കെ എങ്ങനെ തോന്നുന്നു? സ്നേഹിതരെ, സത്യം പറഞ്ഞാൽ ഒരു പിടിയും കിട്ടുന്നില്ല. ഇവനൊക്കെ എങ്ങനെ ഇതിന് മനസ്സ് വരുന്നു? ഇത് മനുഷ്യരാണോ? ഇവനൊക്കെ മനുഷ്യൻ തന്നെയാണോ? ഈ കിരാതന്മാർ അച്ഛനെന്ന് പറയാൻ ഇവനൊക്കെ ഒരുത്തൻ ഉള്ളവനാണോ? ഇവർക്കൊക്കെ എങ്ങനെ ഒരു അപരിചിതരായിട്ടുള്ള അല്ലെങ്കിൽ കൂടെ അയൽപക്കത്ത് മറ്റുമുള്ള കൊച്ചു കുട്ടികളെ മറ്റൊരു രീതിയിൽ കാണാനും മാത്രമൊക്കെ ഇവനൊക്കെ ചിന്തകളും ഭാവനകളും ഒക്കെ ഉള്ളോ? വേറെ ഒരു കാര്യവും ഇവന്റെ ജീവിതത്തിലൊന്നും ഇല്ല. ഇത് മാത്രമേ ഉള്ളൂ ഇവനൊക്കെ ചിന്ത. ഇതുപോലെയാണ് വാളയാർ അട്ടപ്പള്ളത്ത് 2 മാസത്തിനിടെ, ഈ അന്താരാഷ്ട്ര വനിതാ ദിനമായോണ്ട് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ, വലിയ ആഘോഷമായിരിക്കുമല്ലോ നാളെ ഈ വനിതാ ദിനത്തിലെ. 2 മാസത്തിനിടെയാണ് ഒരു വീട്ടിൽ ഒരേ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ സഹോദരിമാരെ കണ്ടത്. 14 വയസ്സുള്ളൊരു കുട്ടി തൂങ്ങി മരിച്ചു എന്ന് പറയപ്പെടുന്നു. നമ്മൾ മണ്ടന്മാരായിട്ടുള്ള ജനങ്ങൾ, ഈ സീരിയൽ വിഡ്ഢികൾ, നമ്മളത് വിശ്വസിച്ചു. ഓക്കെ, ഇപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9 വയസ്സുള്ള കുട്ടി തൂങ്ങി മരിച്ചു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനായിട്ട് നമ്മൾ മണ്ടന്മാർ വിധിക്കപ്പെടുകയാണ്. ഒരു നടിയെ ഉപദ്രവിച്ചതിന് രാത്രി പോലീസ് ഉദ്യോഗസ്ഥൻ വീട്ടിൽ ചെന്ന് മാപ്പ് പറഞ്ഞ ആ പോലീസുകാരുള്ള നാട്ടിൽ ഈ കേസിൽ കുട്ടി പ്രത്യേകം പറഞ്ഞിരുന്നു, ചേച്ചിയെ ഉപദ്രവിച്ച് 2 പേർ ഇറങ്ങിപ്പോകുന്ന കണ്ടുവെന്ന് പറഞ്ഞിട്ട് അത് കേസിൽ ഉൾപ്പെടുത്താൻ പോലും ഈ പോലീസുകാരൻ എന്ന് ചെയ്തില്ല. എന്നിട്ട് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ കാര്യമായിട്ട്. അന്ന് അറ്റ്ലീസ്റ്റ് ആ സഹോദരി 14 വയസ്സുള്ള കുട്ടി ആത്മഹത്യ ചെയ്ത സമയത്ത് തന്നെ ഈ അനിയത്തി പറഞ്ഞത് മുഖവിലേക്കെടുത്ത് ഈ ഇറങ്ങിപ്പോയ അപരിചിതരെ കുറിച്ച് ഇവനൊക്കെ അന്വേഷിച്ചിരുന്നെങ്കിൽ, ഈ കാക്കിക്കാർ അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഒരു കുരുന്നിന്റെ തൂങ്ങി മരണം എന്ന പേരിലുള്ള കൊലപാതകം ഒഴിവായനെ. ചെയ്തില്ല. വലിയ ആൾക്കാര് ഇപ്പെല്ലാം പറ്റിയാൽ മാത്രമേ ഇവനൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. ഈ 9 വയസ്സുകാരി ശരണ്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിച്ചിരുന്നു. അവളുടെ ചേച്ചി കൃത്രിയെ ജനുവരി 13-നും ശരണ്യ മാർച്ച് 4-നുമാണ് വീട്ടിലെ ഉത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ കണ്ടെത്തുന്നതിന് തൊട്ടു മുമ്പാണ് 2 അപരിചിതർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ശരണ്യ മൊഴി നൽകിയത്. പോലീസ് അത് ഗൗരവമായി എടുത്തില്ല. പ്രമുഖരെ പീഡിപ്പിച്ചാൽ ഉന്നതം വീട്ടിൽ വന്ന് കാല് പിടിച്ച് മാപ്പ് ചോദിച്ച് കേസെടുക്കും. സാധാരണക്കാരന് പീഡിപ്പിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അവൻ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ കാശി മേടിച്ച്, സർക്കാർ കൊടുക്കുന്ന ശമ്പളം കൂടാതെ ഇവന്റെ കാശി മേടിച്ച്, മദ്യം മേടിച്ച്, അതിനകത്ത് ഈ പാവങ്ങളുടെ ആത്മാവിനെയും അവന്റെ വ്യഥയെയും അവന്റെ കണ്ണീരിനെയും സോഡയ്ക്ക് പകരം കുടിച്ച് മരിച്ചുപോയവരുടെ ആത്മാവിന് പോലും സ്വസ്ഥത കൊടുക്കാത്ത അത്ര ഇഡിയറ്റ്സ് ആണ് നമ്മുടെ നാട്ടിലെ ചില പോലീസുകാർ. വയനാട്ടിൽ തന്നെ പ്രമുഖ വൈദികൻ 16-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. സഹായിയായി മണവാട്ടിമാരൊപ്പം നിന്നു, സഭാ ജില്ലയിൽ ചിലര് ഒപ്പം നിന്നു. ശരിയാണ്, അത് നടന്ന സംഭവമാണ്. അന്വേഷണം നടക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അതിനു മുമ്പാണ് അതിക്രൂരമായിട്ട് അമ്പലത്തിൽ പൂജാരിയാവാൻ ഡിഗ്രി എടുത്ത ഒരു റാസ്കൽ ഒരു കുരുന്നിനെ പീഡിപ്പിച്ചത്. പൂജാരിയാണ്, തീർത്ഥം തളിച്ച് പ്രസാദം കൊടുക്കുന്നവനാണ്, നമുക്കൊക്കെ ചന്ദനം തരുന്നവൻ. അവന്റെ മനസ്സ് ദൈവത്തിന്റെ ശിലയുടെ തൊട്ട് അടുത്ത് നിൽക്കുന്നവനാണ്. ദൈവം എങ്ങനെ അവിടെ ഉണ്ടാവും? അമ്പലത്തിലേക്ക്, ആ അമ്പലത്തിൽ നിന്നൊക്കെ ദൈവം പടിയിറങ്ങി ഓടിപ്പോയിട്ടുണ്ടാവും എപ്പോഴോ. ഇവനൊക്കെയല്ലേ പൂജിക്കുന്നത്, ഉണ്ടാക്കാൻ നിൽക്കുന്നത്. വാളയാറിലെ 14-കാരി സംശയകരമായി തൂങ്ങി മരിച്ചതിലെ കണ്ട മുറി തന്നെ 9 വയസ്സുകാരി, വെറും 4-ാം വയസ്സുകാരി തൂങ്ങി മരിച്ചെന്ന് നമ്മൾ മണ്ടന്മാര് വിശ്വസിക്കുന്നതും അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ നാളുകളിലാണ്. പഴകിത്തേഞ്ഞ് തുരുമ്പെടുത്ത് അഴുകി നാറുന്ന നിയമങ്ങൾ പണ്ടങ്ങാണ്ട് ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ്. പലതിനും സമയമുണ്ട്. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനും, അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ പറയാനും, റോക്കറ്റ് വിടാനും, നോട്ട് മാറ്റാനും, അല്ലെങ്കിൽ എല്ലാത്തിനും മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ആഭ്യന്തരമന്ത്രിയാണെങ്കിലും എന്തൊന്നും കുന്തമാണെങ്കിലും എല്ലാവർക്കും മറ്റുള്ളതിനെല്ലാം സമയമുണ്ട്. ഈ പഴകി തുരുമ്പടിച്ച നിയമങ്ങൾ തിരുത്താൻ ഇതുവരെ ഒരുത്തനും സമയമില്ല. നിലത്ത് നിന്നിട്ട് വേണ്ടേ അഭ്യാസം കാണിക്കാൻ.
ഇവനെയൊക്കെ ഉണ്ടല്ലോ, കുരുന്നുകളെ, പ്രത്യേകിച്ചും പെൺകുട്ടികളെ, കുരുന്നുകളെ, വയോവൃദ്ധകളായ നമ്മുടെ അമ്മ സഹോദരിമാരെ, അതല്ലെങ്കിൽ ഏത് സ്ത്രീ വംശത്തിൽപ്പെടുന്നവരെല്ലാം തന്നെയും പുണ്യമാണ്. അവരിൽ ആരെ അനാവശ്യമായി ഉപദ്രവിക്കുന്നവരെയും പൊതുജന മധ്യത്തിൽ നിർത്തി അതിക്രൂരമായിട്ട് ശിക്ഷിക്കാനുള്ള നിയമമാണ് ആദ്യം കൊണ്ടുവരേണ്ടത്. ഒന്ന് പ്രധാനപ്പെട്ട കാര്യം, ഏത് അവയവം കൊണ്ടാണോ ഇവനൊക്കെ ഒരു അന്യ സ്ത്രീയെ തൊടുന്നത് ആ അവയവത്തിൽ വേണം ശിക്ഷിക്കാൻ. പിന്നെ ഇവന് ഈ കൊച്ചു കുരുന്നുകളെ പീഡിപ്പിക്കുമ്പം എന്തു സുഖമാണോ കിട്ടിയത് അതിൽ കൂടുതൽ സുഖം ഇവന് വൈദ്യുത ഷോക്ക് ആ അവയവത്തിൽ ഏൽപ്പിച്ച് കൊടുക്കണം. വിടരുത് ഈ ഭൂമിയിൽ നിന്ന് അനുഭവിപ്പിക്കാതെ ഇവനെയൊന്നും. ഇവന്റെയൊക്കെ പേരും വിലാസവും ബന്ധുക്കളുടെ പേരും പെൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം പേരും മൊബൈൽ നമ്പരും എല്ലാം പബ്ലിഷ് ചെയ്യണം. അവർക്കൊന്നും സ്വസ്ഥത കിട്ടരുത് ഇവൻ കാരണം. ഇങ്ങനത്തെ ഒരുത്തം കുടുംബത്തിലുണ്ടായോണ്ട് അല്ലടാ ഞങ്ങളുടെ എല്ലാം മാനവും എല്ലാം പോയതെന്ന് ഇവരെല്ലാം ഇവനെ കണ്ണടച്ച് ശപിക്കണം. അതിനുള്ള കാര്യങ്ങൾ ജനങ്ങളും ചെയ്യണം, നിയമങ്ങളും ചെയ്യണം. അതിനുവേണ്ടി രാഷ്ട്രീയ നേതാക്കളും മത നേതാക്കളും എല്ലാവരും, അതിപ്പം വൈദികനാണേലും പൂജാരിയാണേലും മുക്രിയാണെങ്കിലും അച്ഛനാണേലും സ്വാമിയാണെങ്കിലും ആരാണെങ്കിലും എല്ലാ മതങ്ങളും എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ അച്ഛനമ്മമാരും എല്ലാവരും ചേർന്ന് ഒരു നിയമമുണ്ടാക്കാനുള്ള അതിതീവ്രമായിട്ടുള്ള പരിശ്രമം, ശക്തി, പ്രഷർ ചെലുത്തണം. അതാണ് ഇന്ന് ഏറ്റവും ആവശ്യം വേണ്ടത്. കാരണം ഈ വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം വന്ന് വല്ല വൃത്തികളൊക്കെ എഴുതി ഉണ്ടാക്കി ഇടാനല്ലാതെ ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? ഒരു പ്രധാനപ്പെട്ട ആളാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് ഗുണമുണ്ടോ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അത് നോക്കിയിട്ടാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ഇനി വേറൊരു കൂട്ടരുണ്ട്, പകല് മുഴുവനും അനീതിക്കെതിരെ അങ്ങ് പ്രതികരിച്ച് അങ്ങ് മറ്റേ മറിച്ചാണ് ആ പ്രമുഖ നടിയെ കഷ്ടമായി പോയി, അല്ലെങ്കിൽ വയനാട്ടിൽ കണ്ടില്ലേ വൈദികൻ ഇത് ചെയ്തു, പിന്നെ കൊച്ചുകുട്ടികളെ ആത്മഹത്യ ചെയ്തില്ല, ഇതെല്ലാം പറഞ്ഞിട്ട് ഈ പകൽ മാന്യന്മാർ, ഈ ഇഡിയറ്റ്സ് രാത്രിയിൽ പല ഗ്രൂപ്പുകളിലും വാട്സപ്പിലും മറ്റിടത്തും മറിച്ചിടത്തും ഒക്കെ ഇവരുടെ തന്നെ വീഡിയോ കിട്ടുമോ ക്ലിപ്പ് കിട്ടുമോ എന്ന് ചോദിക്കുന്നവന്മാരുണ്ട്. ഇവന്മാരോട് മാത്രം ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇവന്മാരുണ്ടല്ലോ, ഒരു ദിവസം ഈ അന്വേഷിച്ച് ഈ പാവം കുട്ടികളെ, ചോദിക്കാനും പറയാനുമില്ലാത്ത പാവപ്പെട്ടവരുടെ ഓരോ അതിക്രമങ്ങൾ നടന്ന് അനുഭവിച്ച് വേദനയെടുത്ത് കഴിയുന്നവരുടെ ക്ലിപ്പ് കിട്ടുമോ വീഡിയോ കിട്ടുമോ എന്ന് ചോദിക്കുന്ന നിന്റെയൊക്കെ ഇവനൊക്കെ ഈ ചോദിക്കുന്നവന്മാർക്ക് അവന്റെയൊക്കെ തന്നെ സഹോദരിയുടെയും അമ്മയുടെയും ബന്ധുക്കളുടെയും വീഡിയോ ഒരിക്കൽ അങ്ങനെ തന്നെ കിട്ടാൻ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനായി ദൈവം തീർച്ചയായും ഇവനൊക്കെ വേണ്ടി ജീവിതം ബാക്കി വെക്കും എന്ന് മനസ്സിൽ തോന്നുകയാണ്. ദയവായി ജനങ്ങൾ മറുനാട്ടിൽ കഴിയുന്നവർക്ക് കൂടി മനസ്സമാനം കിട്ടാൻ വേണ്ടിയാണ് ജനങ്ങൾ നല്ല രീതിയിലുള്ള സന്ദേശങ്ങളും കാര്യങ്ങളും നടപ്പിൽ വരുത്തുവാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള അധമന്മാരെ പൊതുമധ്യത്തിൽ കണ്ടാൽ കല്ലെറിഞ്ഞ് ഓടിക്കുക, ഇങ്ങനെയുള്ളവന്മാരെ കണ്ടാൽ സ്വൈരത കൊടുക്കരുത്, അവന്റെ വീടിന്റെ ഓട് പോലും ബാക്കി വെക്കരുത്. ഇങ്ങനെയുള്ളവന്മാരെ എൻ്റെ വീട്ടിലല്ലല്ലോ നടന്നത്, മറ്റവന്റെ വീട്ടിലല്ലേ, അതുകൊണ്ട് ക്ഷമിക്കാം, അങ്ങനെ ചെയ്യരുത്. ഇതൊരു ഹോബിയാക്കി ഒരു സന്തോഷമാക്കി എടുക്കരുത്. മറ്റുള്ളവന്റെ ദുഃഖം നാളെ നമ്മുടെ ദുഃഖമാണ്. ഇത് മുളയിലേ നുള്ളണം. അതിനായി ദയവായി തൊഴുതു പറയുകയാണ്. കൊച്ചുകുട്ടികളെയും കുരുന്നുകളെയും, അവർക്കും ജീവിതമുണ്ട്, ഭാവിയുണ്ട്, സ്വപ്നങ്ങളുണ്ട്, കിനാക്കളുണ്ട്, അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ പോലെയുണ്ട്. അവരെ നശിപ്പിക്കുന്നവന്മാരെ വെറുതെ വിടരുത് എന്ന് കൈകൂപ്പി എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് നമസ്കാരം.